എൻ്റെ പേര് അനിത. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് സെൻറ്റ് ആൻ്റണീസ് ഇടവകാംഗമാണ്. 2021 മുതൽ ഞാൻ എൻ്റെ കുടുംബം ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ മകൾക്ക് 4 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അച്ഛൻ അന്ന് കൈവെപ്പ് ശുശ്രൂഷ വഴി പറഞ്ഞിരുന്നത് 1 വർഷത്തിനുള്ളിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ തന്ന് നിനക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞിരുന്നത്. കറക്റ്റ് 1 വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ അവൾക്ക് ലഭിച്ചു. രണ്ടാമത് ജീവിത പങ്കാളിക്ക് ഡിസ്കിന് ബൾജിങ് ആയിട്ട് കാലിൻ്റെ ഞരമ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇംഗ്ലീഷ് ഡോക്ടറെ കാണുകയും ആൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഡോക്ടർ മരുന്ന് 10 ദിവസം 15 ദിവസത്തോളം കഴിച്ചിട്ട് ആൾക്ക് വേദന കൂടല്ലാതെ കുറയുണ്ടായിരുന്നില്ല. അത് അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് അതിൽ വിശ്വാസം കുറവായിരുന്നതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്തില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഡോക്ടറെ മാറ്റി കാണിക്കണതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇംഗ്ലീഷ് മരുന്നൊക്കെ ഇത്ര ദിവസം കഴിച്ചിട്ട് വലിയ കാര്യമായിട്ട് കുറവൊന്നുമില്ലാത്ത കാരണം കൊണ്ട് കൃപാസനത്തിൽ ഉപ്പും തൈലം ഒന്ന് ഞാൻ പുരട്ടി നോക്കട്ടെ, എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ മാറി കാണിക്കാം നമുക്കെന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം ഉപ്പും അന്ന് ഞാൻ ആൾക്ക് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് വൈകിട്ട് ആൾ 2 ആഴ്ചയ്ക്ക് ശേഷം കിടക്കയിൽ കിടന്നുറങ്ങാൻ സാധിച്ചു. അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അതുപോലെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു 3 ആഴ്ച മുൻപ് ഞായറാഴ്ച ഞാനും ജീവിത പങ്കാളിയും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തൊരു ഡേറ്റ്, വളരെ ചെറിയൊരു ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു സമാധാനം ആൾക്ക് ഇരിക്കാനോ നിൽക്കാനും ഒരു സമാധാനം, നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം അടഞ്ഞു പോവാതെ ആളുടെ ജോലി ചെയ്യാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി അത് മാറ്റി കൊടുക്കണം, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് 3-ാമത്തെ ദിവസം രാത്രിയായപ്പോൾ ആളെന്നോട് പറഞ്ഞു, എനിക്കൊരല്പം ആശ്വാസം തോന്നുന്നുണ്ട് കാലിന് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ആൾക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. എനിക്ക് ഇതിന് മുൻപ് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു തടിപ്പ് വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ആളത് FNAC ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നിർദ്ദേശിച്ചിരുന്നു. അത് ഞാനിവിടെ അതിന് 2നും പോണതിന് മുമ്പ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും FNACക്കൊക്കെ പോയത്. അത് 2 ടെസ്റ്റുകളിലും എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ടെല്ലാം നെഗറ്റീവായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മകന് ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അവൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏജൻസിനെ സമീപിച്ചപ്പോൾ വിസ ലഭിക്കാനായിട്ട് അവന് 99% സാധ്യതയില്ലാത്ത വിധത്തിലാണ് അവൻ്റെ ഫയല്. അപ്പോൾ അത് കാരണം കൊണ്ട് വിസയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല, 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തായാലും പൈസ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ളതിൽ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മകൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവന് വിസയ്ക്ക് വെച്ച് 15 ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കുകയും ചെയ്തു. ഒരു 10-20 വർഷത്തോളമായിട്ട് എനിക്ക് അലർജി മൂലമുള്ള ചുമയും തുമ്മൽ മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടും എനിക്ക് കാര്യമായിട്ട് ഇതിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം 3-ാമത്തെ പ്രാവശ്യം വയ്ക്കാനിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, 2 പ്രാവശ്യം നമ്മൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പിന്നെയും അത് മാറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് നിയോഗമായിട്ട് വെക്കണ്ട, മാതാവ് നമുക്കത് മാറ്റി തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റി തരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അത് ആരാധനയിൽ അത് പറഞ്ഞു. അപ്പോൾ ഞാനും അതങ്ങനെ വിട്ടു. പിന്നെ സ്വാഭാവികം എനിക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രങ്ങൾ ഇന്നെൻ്റെ 13-ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഇന്നെൻ്റെ സിൽവർ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് മുതൽ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോകൾ, ഷോപ്പുകൾ, അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളുടെ എല്ലാവർക്കും കൊടുക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മോശമായിട്ടും പ്രതികരിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആത്മീയമായിട്ട് ഉടമ്പടി ജീവിതത്തിന് ശേഷം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനെ ക്ഷമിക്കാനും എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ 1 ദിവസം പോലും മുടങ്ങാതെ പങ്കെടുക്കാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുർബാന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും
എത്ര വൈകിയാലും 12 മണിയായാലും 11 മണിയായാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഉറങ്ങാറുള്ളൂ. അതിന് ആത്മീയമായിട്ട് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഒരുപാട് ഉയരാൻ സാധിച്ചു. ആത്മീയമായിട്ടാണ് എനിക്ക് ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആത്മീയ ജീവിതം ഒരുപാട് ഉയർത്താൻ എനിക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ 1000 നന്ദി പറയുന്നു.